നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട പ്രദോഷമാണ്. ശിവപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ശിവപാർവതിമാർ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ സന്ധ്യാസമയത്തിന്, അതായത് നാളത്തെ സന്ധ്യാസമയത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ദീപാരാധന തൊഴാനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അഥവാ പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക. ഈ സമയം ഓം നമഃശിവായ അഥവാ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. ഫെബ്രുവരി 21 ബുധനാഴ്ചയാണ് ബൗദ്ധ പ്രദോഷം വരുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ശിവപൂജകൾക്കും അതേപോലെ തന്നെ പരമശിവന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് ഇരട്ടിയായി തന്നെ വന്നു ചേരുവാൻ ഏറ്റവും അത്ഭുതകരമായ ദിവസം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിശേഷം തന്നെയാണ്. എന്നാൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് പൂജാ സമയത്തെ കുറിച്ചാകുന്നു. എപ്പോഴാണ് പൂജാ സമയം എന്ന് ആദ്യമേ മനസ്സിലാക്കാം. 6:27 മുതൽ, അതായത് സന്ധ്യയ്ക്ക് 6:27 മുതൽ 8:53 വരെയുള്ള സമയം ഏറ്റവും വിശേഷപ്പെട്ട സമയം. ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമഃശിവായ എന്ന് ജപിക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ്. ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. കൂടാതെ ത്രയോദശി സമയത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ത്രയോദശി സമയം എന്ന് പറയുന്നത് 11:27 രാവിലെ 11:27 മുതൽ ഫെബ്രുവരി 21 11:27 മുതൽ 1:21 വരെയാകുന്നു. ഫെബ്രുവരി 22 1:21 ഈ സമയം അവസാനിക്കുന്നത്. അതിനാൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് ധാര വഴിപാട് നടത്തുന്നതും ഏറ്റവും വിശേഷമാണ്. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. കൂടാതെ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ദീപാരാധന തന്നെ തൊഴാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. പോകുമ്പോൾ കുടുംബം ഒരുമിച്ച് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഒത്തൊരുമിച്ച് പോവുകയാണ് എങ്കിൽ അത് ആ വീട്ടിന് നേട്ടങ്ങൾ നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഏവർക്കും സാധിക്കണം എന്നില്ല. സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും കുടുംബത്തിലെ ഒരാളെങ്കിലും ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. അതേപോലെ തന്നെ പിൻവിളക്ക് ഇന്നേ ദിവസം ഭഗവാന് നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഇന്നേ ദിവസം വഴിപാടുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ഇരുവരുടെയും പേരിൽ പുഷ്പാഞ്ജലിയും പിൻവിളക്കും നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പിൻവിളക്ക് ഒരിക്കലും നിങ്ങൾ നടത്താതെ ഇരിക്കരുത്. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരുന്നതിനും ഏറ്റവും ശുഭകരമാണ് ഈ ദിവസം എന്നുകൂടി മനസ്സിലാക്കുക. നാളെ നാം കൂവളമാല സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഭഗവാനെ കൂവളമാല സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും നാളത്തെ ദിവസം സമർപ്പിക്കുന്നതിലൂടെ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. കൂടാതെ വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അരി സമർപ്പിക്കുക എന്ന കാര്യം. ഈ ദിവസം അരി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിത്യവും ഉപയോഗിക്കുന്ന അരിയിൽ വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ആ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പഞ്ചാക്ഷരി മന്ത്രം ഏത് സമയത്താണ് ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാളത്തെ ദിവസം ഏത് സമയത്തും ഭഗവാന്റെ ഈ മന്ത്രം അതിവിശേഷപ്പെട്ട മന്ത്രം ജപിക്കാം. എന്നിരുന്നാൽ പോലും വൈകുന്നേരം 6:27 മുതൽ രാത്രി 8:53 വരെയുള്ള സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഈ സമയം ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാകുന്നു. പ്രത്യേകിച്ചും വിളക്ക് ഈ സമയം വയ്ക്കുന്നതും ഈ വിളക്ക് വച്ചതിന് ശേഷം ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാകുന്നു. വീട്ടിലെ ഏവരും ഇപ്രകാരം പറയുന്നത് അഥവാ ഈ മന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ ചില വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്.
അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് വെളുത്ത പുഷ്പങ്ങൾ. കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നതിനോടൊപ്പം വെളുത്ത പുഷ്പങ്ങൾ കൂടി നാളെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. ഏവർക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ തന്നെ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക. കൂടാതെ വീടുകളിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ തീർച്ചയായും ശംഖുപുഷ്പവും ഭഗവാന് നാളെ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ ശനിദോഷവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളും ഒഴിവായി കിട്ടുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ പ്രധാനമായും ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി വീടുകളിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നാളത്തെ ദിവസം അരി ദാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അർഹതയുള്ള വ്യക്തികൾക്ക് നാളെ അരി ദാനം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഏകാദശിക്ക് മുൻപുള്ള പ്രദോഷമാണ് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന മന്ത്രം നാളെ 108 തവണ ജപിക്കുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിയും പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമുക്ഷിയമാമൃതാത് എന്ന ഈ മന്ത്രം നാളെ നിങ്ങൾ ജപിക്കുക. 108 തവണ ജപിക്കുക. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ മന്ത്രം നാളെ മുതൽ 108 തവണ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ നാളെ തീർച്ചയായും ഈ മന്ത്രം 108 തവണ പ്രദോഷ സമയം ജപിക്കുന്നത് അതീവ ശുഭകരമാകുന്നു. നാളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിരക്ക് പിടിച്ച് ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ സമയമെടുത്ത് ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു. സമയമെടുത്ത് ദർശനം നടത്തി ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ തന്നെ, അതായത് മുൻപ് പരാമർശിച്ച മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ അല്പസമയം ഇരിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. ഏവർക്കും പരമശിവന്റെ കടാക്ഷം വീടുകളിൽ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.